ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. പക്ഷേ ഈ കഥ ഞാൻ യൂസ് ചെയ്യാൻ പോണത് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു കഥ മൂലം പഠിക്കുമ്പോൾ ചില വാക്കുകൾ മറക്കത്തില്ല. സോ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന വാക്കുകൾ എന്ന് പറയുന്നത് പാൻ മീൻസ് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അല്ല. പാൻ മറ്റേ ഫ്രൈയിങ് പാനും അല്ല. ഈ പാൻ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ ഫിലിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ഇന്ത്യ എന്ന് വെച്ചാൽ ഇൻ ഓൾ ലാംഗ്വേജസ് ഒരു പടം നമ്മൾ എല്ലാ ലാംഗ്വേജിലും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. സർവീസസ് അവൈലബിൾ അറ്റ് സർവീസ് ഓൾ ഓവർ ഇന്ത്യ. സോ പാൻ എന്ന് പറയുന്നത് ഓൾ എന്ന മീനിങ് ആണ്. പാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പടങ്ങളിനാണ് പാൻ ഇന്ത്യൻ ഫിലിംസ് എന്ന് പറയുന്നത്. സോ ആ ഒരു വാക്കിൻ്റെ അന്വേഷണത്തിൽ എനിക്ക് പറയാനായിട്ടൊരു കഥ ഓർമ്മ വന്നതാണ്. പാരഡൈസ് ലോസ്റ്റ്. ദിസ് ഇസ് ദ സ്റ്റോറി അല്ല, അതൊരു പോയമാണ് ബൈ ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പോയറ്റ്. 16th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഒരു 10 ബുക്കാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന. ഹീ ഈസ് എ മൾട്ടി ലിംഗ്വിസ്റ്റിക് ആക്ച്വലി. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മൾട്ടി ലിംഗ്വലായിട്ട് ആൾക്കാർ പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ പാരഡൈസ് ലോസ്റ്റിൽ വരുന്ന കഥ എന്ന് പറയുന്നത് ആദാം ഈവ് എന്നിൻ്റെ. ഇപ്പോൾ ഈ കഥ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ ഈശ്വരൻ്റെ ഗോഡിൻ്റെ ഏദൻ തോട്ടത്തിൽ, ആപ്പിൾ തോട്ടമാണ് ഏദൻ തോട്ടം എന്ന് പറയുന്നത്. അതിനകത്ത് ആദം ആൻഡ് ഈവ് ഔവൈ എന്ന് പറഞ്ഞ 2 കക്ഷികളുണ്ട്. വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ സന്തോഷം ഈശ്വരൻ്റെ താഴെ അതിൻ്റെ ഒരു നൂൽ ബന്ധം ഉണ്ടായിരുന്നു. എപ്പോഴും ഗോഡിൻ്റെ പ്രൊട്ടക്ഷൻ ഷെൽട്ടറിനകത്താണ് ഇവർ 2 പേരും ഉണ്ടായിരുന്നത്. ആ സമയത്ത് സർപ്പൻറ്റ്, ഒരു സാത്താൻ എന്ത് ചെയ്തു, ഗോഡിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഹെല്ലിൻ്റെ ഉടമസ്ഥയാണ് സാത്താൻ. പാരഡൈസിൻ്റെ ഓപ്പോസിറ്റ് ഹെല്ലാണ്. ഹെല്ലിൽ താമസിക്കുന്ന ആളാണ് സാത്താൻ. എന്നാലും തൃപ്തിയില്ലാതെ പുള്ളി എന്ത് ചെയ്തു, അവിടെ ഗോഡിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരായ ഈ ആദമിനെ അവയെ പിടിച്ച് ആക്രമിക്കാനായിട്ട് ഉദ്ദേശിച്ചു. അതൊരു സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് അവൾക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവളെ കൊണ്ട് ഗോഡിനെ എതിരെ തിരിപ്പിച്ചു എന്നുള്ളൊരു കഥയാണ് ഈ പോയത്തിലുള്ളത്. അപ്പം നമുക്ക് ഈ കഥ നോക്കാം. ആക്ച്വലി ഒരു ഏദൻ തോട്ടത്തിൽ അവിടെ ഒരു പാരഡൈസാണ്. ആ പാരഡൈസ് എന്ന് വെച്ചാൽ സ്വർഗത്തിൽ എന്തു വേണമെങ്കിൽ കിട്ടും. നമുക്ക് അധ്വാനിക്കാതെ തന്നെ ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ ഹാപ്പിനെസ്, സന്തോഷം, മഴ വേണ്ട സമയത്ത് മഴ, കുളിർ വേണ്ട സമയത്ത് കുളിർ, ആഹാരം വേണ്ട സമയത്ത് ആഹാരം. നമുക്ക് കൊയ്യണ്ട, നമുക്ക് ആഹാരം വിശക്കുന്ന സമയത്ത് കിട്ടും. നമുക്ക് എന്തൊക്കെ മനുഷ്യർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ തേടി പോകുന്നു അതെല്ലാം അങ്ങോട്ട് തന്നെ ഉണ്ട്. പിന്നെ എന്തു വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും ഈശ്വരൻ ഗോഡിൻ്റെ ഒരു പ്രൊട്ടക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ ആ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് പോണതാണ് സിറ്റുവേഷനാണ് പറയണത്. പാൻഡമോണിയ എന്ന് പറയണത്. അപ്പോൾ 2ാമത്തെ വാക്ക് നമ്മൾ പഠിക്കുന്നു. പാൻഡമോണിയ എന്ന് പറഞ്ഞാൽ അത് ഒരു കമ്മോഷൻ, അതായത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, ഒരു കുഴപ്പം പിടിച്ച ഒരു ഏരിയ എന്ന് പറയുന്നതിനാണ് പാൻഡമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാൻ പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറേ വേർഡുകൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ പാൻ ഇന്ത്യ, പാൻ അമേരിക്ക. അപ്പോൾ പാൻ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഓൾ ഓവർ അമേരിക്ക. ഒരു സാധനം അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ അമേരിക്ക എന്ന് പറഞ്ഞ പോലെ പാൻ എന്നുള്ള വേർഡ് ഗ്രീക്ക് വേർഡാണ്. അത് ഓൾ എന്ന മീനിങ് ഉള്ളതാണ്. അതേപോലെ പാൻഡമിനിയ എന്ന് പറയുമ്പോൾ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്നത്, ഒരുപാട് ശബ്ദം. നമ്മളിപ്പോൾ ഒരു പാട്ട് കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കില്ലേ, അതിനാണ് പാൻഡമോണിയ എന്ന് പറയുന്നത്. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക, ഒച്ചയുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ, എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് വരില്ലേ, അതിൻ്റെ പേരാണ് ചയോട്ടിക്. CHAOTIC, ചയോട്ടിക് എന്ന് പറയും. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അവസാനം ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു വെർഡിക്റ്റ് എന്ന് പറയും. നമ്മളൊരു തീരുമാനത്തിലെത്തുക എന്നുള്ളതിന് വെർഡിക്റ്റ്.
ഇപ്പോൾ നമ്മൾ കോടതിയിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് വെർഡിക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് ഭാഗത്തിലെ ആർഗ്യുമെൻറ്റ്സ് കേട്ടിട്ട് പറയുന്ന ഒരു തീർപ്പിനാണ് വെർഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരാളിൻ്റെ ഒരു ഷെൽട്ടർ ബ്രോക്കായി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ദി ആർ ഓപ്പൺ ടു ദ റിസ്ക് ഓർ ഡേഞ്ചർ. നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് അൺബ്ലോക്കായി അവസാനം നമ്മൾ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് എക്സ്പോസായി നിൽക്കുന്ന ഒരു സിറ്റുവേഷന് പറയുന്നതാണ് വൾനറബിലിറ്റി. വി ആർ അറ്റ് ഡേഞ്ചർ, വി ആർ അറ്റ് റിസ്ക്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആ പ്രൊട്ടക്ഷൻ ഷീൽഡ് പൊട്ടിയിരിക്കുകയാണ്. സോ ആ സിറ്റുവേഷനാണ് പറയുന്നത് വൾനറബിലിറ്റി, വി ആർ അറ്റ് റിസ്ക്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പാരഡൈസ് എന്ന് പറയുന്നത് സ്വർഗ്ഗമാണ്. അതിന് എതിരെയുള്ള ഒരു എന്ന് പറയുന്നത് സാത്താൻ ലിവി ചെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് ഹെൽ എന്നാണ്. സോ ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെല്ലാണ്. ഹെല്ലിൽ ആരാ ഉണ്ടാവുക? സാത്താൻ ഉണ്ടാവും. അവിടെ ഒരു കുഴപ്പം പിടിച്ച സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു, പാൻഡമോണിയ. അതിൻ്റെ അകത്ത് ഉണ്ടായ ആൾക്കാർക്ക് ആദമിന് ഉണ്ടായ ഒരു കൺഫ്യൂഷനാണ് നമ്മൾ അതായത് ഈവ് ഈവ് എന്ന് പറയുന്നത് അവ്വ പറയണത് കേൾക്കണോ വേണ്ടയോ? സ്വന്തം ഭാര്യയാണ്, കമ്പാനിയനാണ്, അവളല്ലാതെ വേറൊരാൾ അവിടെ ഇല്ല. അപ്പോൾ അവൾ പറയണത് കേൾക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിനാണ് പറയണത് ചയോട്ടിക് സിറ്റുവേഷൻ. CHAOTIC ചയോട്ടിക് സിറ്റുവേഷൻ. അതേ സിറ്റുവേഷൻ ആ സർപ്പൻ്റ് എന്ന് പറയുന്ന സർപ്പം സാത്താൻ്റെ രൂപമാണ്. അത് വന്നിട്ട് ഈവിനെയാണ് ആദ്യം സെലക്ട് ചെയ്തത് ഈ പാൻഡമോണിയ സൃഷ്ടിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കുഴപ്പം പിടിച്ച സിറ്റുവേഷൻ ഒച്ചയും ബഹളവും ഉണ്ടാക്കി നമ്മൾ ചിന്തിക്കാൻ അനുവദിക്കാതെ അത് ആ പ്രോസസ്സ് എങ്ങനെയെങ്കിലും തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഴപ്പം പിടിച്ച ഒരു ഇതിനാണ് പറയുന്നത് പാൻഡമോണിയ. അത് ക്രിയേറ്റ് ചെയ്തത് സർപ്പൻ്റ് ആദ്യം സെലക്ട് ചെയ്തത് ഈവിനെയാണ്. ഈവാണ് പിന്നീട് ആദമിനെ പോയി കുഴപ്പിച്ചത്. ആദ്യം നമ്മൾ പകുതി കേൾക്കും, അതിൻ്റെ പകുതി പോയി മറ്റവനോട് പറഞ്ഞ് കാൽ പാകമേ പറയുള്ളൂ, രണ്ടുപേരും കുഴപ്പമാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് പറയുന്നതാണ് കുഴപ്പം പിടിച്ച സിറ്റുവേഷൻ. എന്താണെന്ന് മനസ്സിലാവാതെ എന്ത് ചെയ്യേണ്ടതെന്നറിയില്ലാത്ത ഒരു സിറ്റുവേഷൻ. വി ആർ ഓപ്പൺ ടു റിസ്ക് ആണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരങ്ങളും അവിടെ ഇല്ല, അദൃശ്യ കരങ്ങളില്ല. ആ സമയത്ത് രണ്ടുപേർക്കും ഡിസിഷൻ എടുക്കാനുള്ള ഒരു കുഴപ്പം പിടിച്ച ഒരു ഏരിയയിലെത്തിയപ്പം അതിൻ്റെ പേരാണ് പാൻഡമോണിയ സിറ്റുവേഷൻ. ചയോട്ടിക് എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു. അടുത്ത വൾനറബിൾ, ഓപ്പൺ ടു റിസ്ക്. ഇതൊക്കെയാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ 4 വാക്കുകൾ ഈ സ്റ്റോറി കമ്പയർ ചെയ്ത് പഠിക്കാൻ പോണത്. പാരഡൈസ്, ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഒരു ആപ്പിൾ തോട്ടമായിരുന്നു. അതിനകത്ത് എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് ഇല്ല എന്നുള്ളത് അവർക്കറിയില്ല, നമുക്കറിയാം. അപ്പോൾ ഗോഡിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും കണ്ണ് തുറന്നില്ല. കണ്ണ് തുറക്കാതെ തന്നെ ഒരു തൃക്കണ്ണുകൊണ്ട് അവർക്ക് എല്ലാം ദർശിക്കാൻ സാധിക്കും. എല്ലാവിധ പ്രൊട്ടക്ഷനോടെയും ഗോഡിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ കൈപ്പിടിയിലാണ് അവരുന്നത്. അദൃശ്യ ഹാൻഡ്സിലാണ് അവർ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് ഇരുന്നു. അതാണ് പാരഡൈസ്. അത് ലോസ്റ്റ് ആയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പോയത്തിൽ പറയണത് അല്ലേ. അപ്പോൾ സർപ്പൻ്റ് എന്ന് പറയുന്ന സാത്താൻ എന്ന് പറയുന്നു. ഈ ആപ്പിള് നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗോഡ് പറഞ്ഞിട്ടുണ്ട്. കുറേ ആപ്പിൾ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ ഈ ഒരു ഫ്രൂട്ട് മാത്രം കഴിക്കരുത്. അതൊരു ഫ്രൂട്ട് ഓഫ് നോളജ് എന്നാണ് പറയുന്നത്. ആ സാധനം മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാൽ മതി. കാരണം കൂടുതൽ അങ്ങോട്ട് അറിയണ്ട, മക്കൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ട് പാരൻസ് ചില കാര്യങ്ങൾ പറയും. ഇത് ചെയ്യണ്ട, എന്തുകൊണ്ട് ചെയ്യണ്ട, അത് പറഞ്ഞു തരുന്നില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറിയുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനാണ്. പകുതി ന്യായം പറയുക, എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിന് ഉത്തരം പറയാതെ അടിച്ചേൽപ്പിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം അവർ പറയുന്ന കാര്യത്തിൽ ട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു കാരണം വ്യക്തമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവർ സ്വയമേ കണ്ടെത്താൻ വേണ്ടി നോക്കുന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യണ പോലെ അവർ പറയണത് അനുസരിക്കാതെ, ഗോഡ് പറയണത് അനുസരിക്കാതെ എന്തുകൊണ്ട് അത് കഴിക്കരുത് എന്നുകൂടെ പറഞ്ഞിട്ടില്ല ഗോഡ് എന്ന് പറഞ്ഞപ്പം ആ ഒരു കുഴപ്പം പിടിച്ച സിറ്റുവേഷൻ, ആ ചയോട്ടിക് സിറ്റുവേഷൻ തന്നെ ഉപയോഗിച്ചതാരാ? സാത്താൻ. അത് നമ്മുടെ ഒരു സർപ്പൻ്റ് ആ നോളജ് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ സ്ത്രീയോട് പറയണേ, സ്ത്രീയെ നിങ്ങൾക്ക് നാണമില്ല, ഇങ്ങനെ ഡ്രസ്സില്ലാണ്ട് ഇങ്ങനെ നടക്കണത് ശരിയാണോ, നിനക്ക് വേറെ ഒരു ഉൾപ്പില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി പ്രലോഭിച്ചപ്പം ഈ സ്ത്രീ പറഞ്ഞു, നിനക്ക് എങ്ങനെ കണ്ണ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഈ ഫ്രൂട്ട് കഴിക്കണതുകൊണ്ടാണ് എനിക്ക് കണ്ണ് കാണാൻ പറ്റും, ഈ ലോകത്തിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റും. ഈശ്വരൻ നിങ്ങളെ മനഃപൂർവ്വമാണ് ആ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഫ്രൂട്ട് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ
കണ്ണ് തുറന്ന് കിട്ടുള്ളൂ, ഒന്ന് കഴിച്ച് നോക്കിയേ എന്ന് പറഞ്ഞപ്പോൾ അല്ല ഗോഡ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോഴവൾ ഉറപ്പി നിൽക്കുകയാണ്. എന്നാലും പറഞ്ഞു നിങ്ങൾ ഈ ഫ്രൂട്ട്സ് കഴിച്ച് നോക്കിയാൽ പിന്നെ ഈശ്വരന് തുല്യരാവും. ഈശ്വരൻ നിങ്ങളെപ്പോലെ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ ഈ ലോകത്തിനെ സൃഷ്ടിച്ചതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും, ഈശ്വര തുല്യനാവട്ട് ആവാൻ സാധിക്കും. അപ്പോൾ വെറുതെ ഇരിക്കുന്നവർക്കൊരു പണി കൊടുത്തതാണ് സർപ്പൻ്റ്, അതായത് സർപ്പൻ്റ് എന്ന് പറഞ്ഞാൽ സർപ്പം. അപ്പോൾ അത് പണി കൊടുത്തതാണ്. അപ്പോൾ ഈശ്വരന് തുല്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിയേ. എന്തിനാണ് ഇങ്ങനെ ഇരിക്കണം? അല്ലെങ്കിൽ തന്നെ കഥയിൽ ട്വിസ്റ്റ് വേണ്ടേ? ഇവർ രണ്ടുപേരും മാത്രം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ കണ്ണ് തുറക്കാതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ? അപ്പം നമ്മളൊക്കെ എങ്ങനെ ഉണ്ടാവും? അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്വിസ്റ്റിംഗ് പോയിൻ്റാണ് സർപ്പം തുടങ്ങി വെച്ചത്. അപ്പോൾ ഇവളെന്ത് ചെയ്തു, അതിൽ കൺവിൻസായി ആ ആപ്പിളിനെടുത്ത് കഴിച്ചതിൻ്റെ പകുതി പിന്നെ എൻ്റെ കണ്ണ് തുറന്നതുപോലെ എൻ്റെ ചേട്ടൻ്റെയും കണ്ണ് തുറക്കണം എന്ന് പറഞ്ഞിട്ട് ആദമിനെ പോയി അപ്രോച്ച് ചെയ്തു, ഈ ആപ്പിളൊന്ന് കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. അല്ല സ്ത്രീയാണ്, അല്ല അവയെ നമ്മുടെ ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പം വീണ്ടും കൺവിൻസ് ചെയ്തു. അപ്പോൾ പെണ്ണ് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദുർബലയായ സ്ത്രീനെ മറ്റുള്ളവർ കൺവിൻസ് ചെയ്യും. അപ്പോൾ അതേപോലെ അവൾ വന്ന് ഒരു കാര്യം ക്യൂരിയാസിറ്റി കൂടുതലാണ് സ്ത്രീകൾക്ക്. അപ്പോൾ അതിനെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവും സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞപ്പം ഇത് ഭയങ്കര സ്വീറ്റാണ്, വളരെ ടേസ്റ്റിയാണെന്ന് കഴിച്ച് നോക്ക്, എന്നാൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും നോക്കാമല്ലോ നമുക്ക് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പം ആദം അതിനെ കഴിച്ച് നോക്കി. കഴിച്ചപ്പോഴത്തെ അവർ കണ്ണ് ഓപ്പണായി. അപ്പോൾ അവരുടെ ശരീരത്തിൽ രണ്ടുപേർക്കും ഡ്രസ്സില്ല, വളരെ നഗ്നയായിട്ട് വളരെ വൃത്തികേടായിട്ട് ഇരിക്കണ കണ്ടിട്ട് നാണം കൊണ്ട് അവർ ഫിഗ് ട്രീ എന്ന് പറഞ്ഞ ഒരു ട്രീയുടെ ലീഫാണ് എടുത്തവർ ഉടുത്തത്. അപ്പം അത്തിമരം എന്ന് പറയില്ല, അതിൻ്റെ ഇലകളാണ് എടുത്ത് അവർ ഉടുത്തിയത്. അത് ഉടുത്തിയതിന് ശേഷം ഗോഡ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഗോഡിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശ്വരനെ വിളിച്ചു, ഇങ്ങനെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ആഹാരം വേണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പം ഇനി നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ പറയണത് കേൾക്കാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എൻ്റെ അദൃശ്യമായിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഹാൻഡ്സ് ഈ നിമിഷം തൊട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കരവളയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇനി സാത്താൻ്റെ പിടിയിലായി നിങ്ങൾ. ഞാൻ പറഞ്ഞ കേൾക്കാത്തതുകൊണ്ടും സാത്താൻ്റെ പറഞ്ഞ കേട്ടതുകൊണ്ടും ഇനി അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞപ്പം അവർക്ക് ഇനി വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ചൂടിൻ്റെയും തണുപ്പിൻ്റെയും ബുദ്ധിമുട്ട്, ആനിമൽസിനെ കണ്ട് പേടിക്കുക, ചുറ്റുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കും. ഒരു മനുഷ്യൻ എന്തൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ഇനി അനുഭവിച്ചു തുടങ്ങും. ഈ സ്വർഗ്ഗവാസം നിങ്ങൾക്ക് ഇനി കിട്ടില്ല എന്ന് പറഞ്ഞപ്പം അവർ ഭയങ്കരമായിട്ട് പരിഭ്രമിച്ചു, വിഷമിച്ചു, മാപ്പ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവസാനമായി നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ വരും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ പറഞ്ഞ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു എൻലൈറ്റ്മെൻ്റ് ഉണ്ടാവും. ആ സമയത്ത് നമ്മളൊന്ന് രക്ഷപ്പെടുത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോയി. അതിന് ശേഷമാണ് ജനങ്ങൾ സൃഷ്ടി ഒക്കെ ഉണ്ടായത് എന്ന് നമ്മൾ ഈ കഥയിൽ അറിയുന്നു. അതിൻ്റെ ഈശ്വരൻ പറയുന്നത് അനുസരിച്ചില്ല, അനുസരണ അതായത് ഡിസ്ലോയലാണ്, നമ്മൾ അവർ പറഞ്ഞത് കേട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ സിറ്റുവേഷൻ നേരെ ഉള്ള ഒരു ഈക്വൽ പൊസിഷനാണ് നമ്മുടെ ജോൺ മിൽട്ടനും. ഹീ ഓൾസോ ലോസ്റ്റ് ഹിസ് ഐ സൈറ്റ്. ഗ്ലൈക്കോമ എന്നുള്ളൊരു അസുഖം ബാധിച്ച് പുള്ളിക്ക് സൈറ്റ് പോയി. അതുകൊണ്ട് 5 ഇയേഴ്സാണ് ഈ പോയം എഴുതാൻ വേണ്ടി എടുത്തതെന്നാണ് പറയണത്. 1658 മുതൽ 65 വരെയാണ് സമയമെടുത്തതെന്ന്. അപ്പം നമ്മളും ഇതുപോലെ ഈശ്വരൻ്റെ എല്ലാ പുണ്യങ്ങളും കിട്ടുമ്പോൾ അവിടെ നിന്ന് ചാടി കളിക്കാൻ വേണ്ടി നോക്കും. അപ്പം ഈ കളിച്ചതൊന്നും പോരാ, അപ്പുറത്ത് ചാടി കളിക്കണം, അപ്പുറം മതിലിൻ്റെ അപ്പുറത്ത് എന്താണോ ഉള്ളത് എന്നറിയണം എന്ന ആഗ്രഹം വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡിൽ നിന്ന് മാറി നമ്മൾ അതുപോലെ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കൂടെ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. പ്രായം കൂടുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർ സ്വയമേ അന്വേഷിച്ച് തുടങ്ങും. അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ കൂടി അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്നുള്ള ക്യൂരിയോസിറ്റിയും ഉണ്ടാവാനിടയുണ്ട്. എന്തായാലും ഇത് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ ആഹാരം കണ്ടെത്താനും എല്ലാത്തിനും കഷ്ടപ്പാട് അനുഭവിക്കണം എന്നുള്ളൊരു ശിക്ഷയാണ് നമുക്ക് തെളിഞ്ഞു വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ എന്തൊക്കെയാണ്ട് നമുക്ക് വയസ്സാകുമ്പോൾ അസുഖങ്ങൾ വരും, മെമ്മറി ലോസ് വരും, ഐസൈറ്റ്, ക്യാൻസർ, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ ഇപ്പോൾ വന്ന്
ഈശ്വരൻ്റെ അടുത്തൊന്നും ഒരുപാട് ദൂരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ അമ്പലങ്ങൾ നിറഞ്ഞ് കവിഞ്ഞാലും അവരുടെ മനസ്സ് എപ്പോഴും ഒരു ദുരാഗ്രഹത്തിലും, ഒത്തിരി പണം വേണമെന്നുള്ള ആഗ്രഹം, തെറ്റ് ചെയ്യാൻ ഒരു മടിക്കാത്ത ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ കാണുന്നത്. എന്നാലും ഈ കഥ നമ്മൾ മറന്നുപോയിരിക്കുന്നു. നമ്മുടെ ആൻസസ്റ്റേഴ്സ് തുടക്കം ഇവിടെ നിന്നാണ്. അതാണ് ഈ കഥയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കഥയുടെ സ്ലൈഡ് ഒന്ന് കാണാം. ആ ഫ്രൂട്ട് കഴിക്കുന്നു. അവർ നഗ്നയാണെന്ന് മനസ്സിലാക്കുന്നു. അത്തിമരത്തിലെ ട്രീയിൽ ലീവ്സ് എടുത്ത് ഉടുത്തിക്കൊള്ളുന്നുണ്ട്. തീർന്നു. ഈശ്വരൻ്റെ ശാപം കിട്ടുകയാണ്. ആ പാരഡൈസിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുകയാണ്. ഇതാണ് ഇതിൻ്റെ പോയത്തിൻ്റെ ഒരു ഉള്ളടക്കം. ഇതാണ് ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന ആ പോയറ്റ്